കേരളത്തിൽ പലയിടങ്ങളിലും 40 ഡിഗ്രിക്ക് മുകളിലാണ് താപനില രേഖപ്പെടുത്തിയത്. ഇതിൽ അത് 16 ദിവസമാണ് 40 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തിയത്. ഇതിൽ 15 ദിവസവും പാലക്കാട് ജില്ലയിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. കൊടും ചൂടിൽ സൂര്യാഘാതവും നിർജ്ജലീകരണവും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ജാഗ്രത പുലർത്തണം. അസാധാരണ സാഹചര്യത്തിലാണ് കേരളം. വേനൽക്കാലത്ത് ചൂടേറുമെങ്കിലും ഇത്തരം ഒരു അവസ്ഥ മുൻപുണ്ടായിട്ടില്ലെന്നതാണ് ചുരുക്കം. താപനില പതിവിലും ഉയർന്നു എന്ന് മാത്രമല്ല, ജീവിത രീതിയിലുണ്ടായ മാറ്റവും കേരളത്തെ ചുട്ടുപൊള്ളിക്കുകയാണ്. രാജ്യത്തിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ആദ്യമായി ഇടം പിടിച്ചിരിക്കുകയാണ് കേരളം. ഈ മാപ്പ് നോക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യമായാണ് കേരളം ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഇടം പിടിക്കുന്നത്. ഇത്തരത്തിൽ ഈ പച്ച നിറത്തിലുള്ളത് ഉഷ്ണതരംഗ മേഖല അല്ലാത്ത സംസ്ഥാനങ്ങളാണ്. അതുപോലെ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറത്തിൽ കാണിക്കുന്നത് അതിന്റെ കാഠിന്യം അനുസരിച്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് കേരളത്തെക്കാൾ കൂടുതൽ ഒരു ഉഷ്ണതരംഗ മേഖലയായി മാറുന്നത് നമുക്ക് മാപ്പിൽ നിന്ന് വ്യക്തമായി കാണാം. അതുപോലെ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നിലവിൽ ഉഷ്ണതരംഗ മേഖലയായി കാണപ്പെടുന്നത്. കേരളം നിലവിൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് സമാനമാണെങ്കിലും ഇത്തരത്തിൽ ഒരു താപനില തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഉയർന്ന താപനില തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വെസ്റ്റ് ബംഗാൾ, അതുപോലെ ഒഡീഷ പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. 6 ദിവസമാണ് ഉയർന്ന താപനിലയായ 40 ഡിഗ്രി സെൽഷ്യസോ അതിന് മുകളിലോ രേഖപ്പെടുത്തിയത്. ഇതിൽ തന്നെ 15 ദിവസവും പാലക്കാട് ജില്ലയിലാണ് എന്നതും ശ്രദ്ധേയമാണ്. മുൻപ് 2016-ൽ 14 ദിവസമായിരുന്നു ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. 1989-ൽ 8 ദിവസവും കഴിഞ്ഞ വർഷം 3 ദിവസവും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ 2020-21 വർഷങ്ങളിൽ ഒരു ദിവസം പോലും താപനില 40 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ഒരു 6 വർഷത്തെ മഴയുടെ കണക്കെടുത്ത് നോക്കിയാൽ മാർച്ച് ഏപ്രിൽ മാസത്തെ മഴയുടെ കണക്കെടുത്ത് നോക്കിയാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2024-ലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. ഇതിലെ ഈ ചുവന്ന രേഖയാണ് 2024-ലെ കണക്ക് സൂചിപ്പിക്കുന്നത്. നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാം. 2024-ലാണ് ഏറ്റവും കുറവ്, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. അതുപോലെ ഈ നീല രേഖ 2022-ലെ കണക്കാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഒരു കണക്ക് 2022-ലായിരുന്നു. ഈ വർഷം തന്നെ ഓരോ ജില്ലകൾ എടുത്തു നോക്കിയാൽ മലപ്പുറം ഈ വർഷം നോക്കിയാൽ തീരെ മഴ ലഭിക്കാത്ത ഒരു ജില്ലയാണ് മലപ്പുറം. 2024-ൽ തീരെ മലപ്പുറത്ത് മഴ ലഭിച്ചിട്ടില്ല. അതുപോലെ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ പോലുള്ള ജില്ലകളിലൊന്നും ഈ വർഷം തീരെ മഴ ലഭിച്ചിട്ടില്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എന്നുള്ളത് കൃത്യമായി നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ കുറച്ചും കൂടി വ്യക്തമായി ഈ കണക്കിലും നമുക്ക് മനസ്സിലാക്കാം. 2024-ലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. ഒരു വേനൽ മഴ ലഭിച്ചത് ഏറ്റവും കുറവാണ് ഈ വർഷം എന്നുള്ളതും നമുക്കിതിൽ നിന്നും കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ വർഷം ഏറ്റവും കുറവ് താപനില രേഖപ്പെടുത്തിയ വയനാട് ജില്ലയിൽ 34 ഡിഗ്രി സെൽഷ്യസും ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില. ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്, രാത്രികാല താപനില മുന്നറിയിപ്പ് തുടങ്ങി പല ജില്ലകളിലും ഇപ്പോഴും മുന്നറിയിപ്പുകൾ തുടരുകയാണ്. മെയ് മാസത്തിൽ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കുറവ് മഴ മാത്രമേ ലഭിക്കൂ എന്നും താപനില സാധാരണയേക്കാൾ കൂടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനവുമുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ വരും ദിവസങ്ങൾ എങ്ങനെയെന്ന് കണ്ടറിയണം. ആയിഷത്തുൽ ഷംന വിവരങ്ങൾ നൽകിയത്. ഈ